ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण कृष्ण
കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ജയ് ജയ് ശ്രീരാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഇവിടെ ഇന്ന് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയാണ് നമ്മൾ നാമജപത്തിന് എത്താറ്. ഇന്ന് തിങ്കളാഴ്ച ഇവിടെ നാമജപത്തിന് കൂടിയതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. ഇന്ന് പൂന്താനം ദിനമാണ്. പൂന്താനത്തിൻ്റെ പിറന്നാളായിട്ട് ഇന്ന് കണക്കാക്കണമെന്നാണ് പറയണത്. ഇന്ന് പൂന്താനം ദിനം പിറന്നാൾ, അതായത് അത് എന്നാണ് ഡേറ്റ് എന്നാ പിറന്നാളെന്നൊന്നും നമുക്കത്ര അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അതിനെ പറ്റിയിട്ടൊന്നും ഗ്രന്ഥങ്ങളിലൊന്നും പിറന്നാൾ അറിയണില്ല. പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ജ്ഞാനപാന എഴുതിയണേൽ പറയണ്ട് കുംഭമാസത്തിൽ അശ്വതി നാളെ എൻ്റെ പിറന്നാൾ, അങ്ങനെ ഒരു വരി പറയണ്ട്. അതിന്നാണ് ആ കുംഭമാസത്തിൽ അശ്വതി അദ്ദേഹത്തിൻ്റെ പിറന്നാളാവാം. അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് ഉണ്ട്. വന്നു ഓണം കഴിഞ്ഞു വിഷു എന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അശ്വതിയായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം അശ്വതി കുംഭമാസത്തിൽ അശ്വതി പൂന്താനം ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പം നമുക്ക് ഈ വർഷം കാരണം അതാ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനോട് അടുക്കും തോറും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പൂന്താനം ദിനം, അതിന് മുന്നിലത്തെ വർഷം ഉണ്ടായിരുന്നു. നമ്മൾ 3 വർഷമായി ഇവിടെ നാമജപം തുടങ്ങിയിട്ട്. പക്ഷേ ഓരോന്നും നമുക്ക് ഇപ്പോഴാണ്. അപ്പോൾ ഏകാദശിയുടെ അന്ന് അഖണ്ഡനാമം ജപിക്കണം എന്നുള്ളത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹം. അത് നമുക്ക് ഈ വർഷമാണ് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം ഈശ്വര അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ജ്ഞാനപ്പാന വായിക്കാൻ തുടങ്ങി, നാരായണീയം വായിക്കാൻ തുടങ്ങി, ഭഗവത്ഗീത നമ്മളൊരധ്യായം വായിച്ചു. അപ്പോൾ ആ നാരായണീയ പാരായണം ഇപ്പോൾ ഇന്ന് തുടങ്ങി ബാലലീലകളിലൂടെ കടന്നു പോണു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ ആ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും കൂടി വായിക്കാനുള്ളൊരു അവസരം ഭഗവാൻ അതായിട്ട് ഒരുക്കി തന്നിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ആ പരമമായ കാരുണ്യമാണ്. ആരാണ് വെച്ചാൽ പൂന്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് ആ പൂന്താനത്തിൻ്റെ ഇല്ലം ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വണ്ടിയൊക്കെ വിളിച്ച് എല്ലാവർക്കും കൂടി അവിടെ പോയി അവിടെ ഇരുന്ന് ഞങ്ങൾ കോഴിക്കോടായിരിക്കുന്ന സമയത്ത് നാമജപത്തിൻ്റെ അത് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ പറയട്ടെ. കോഴിക്കോട് നിന്ന് നാമജപത്തിന് ഈ തിരുവോണോട്ടിന് ഈ തിരുവോണോട്ട് ചൊവ്വാഴ്ച 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് വരണേ. മാർച്ച് 25 ചൊവ്വാഴ്ചയാണ് വരണത്. ഡേറ്റ് 25 തന്നെയാണോന്ന് അറിയില്ല. ചൊവ്വാഴ്ചയാണ് വരണത്, മാർച്ച് ലാസ്റ്റ് ഇതിൽ ചൊവ്വാഴ്ച. അപ്പോൾ അത് ഡേറ്റ് അങ്ങോട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ അന്നേ ദിവസം അവർ അഖണ്ഡ നാമജപത്തിന് ഇവിടെ വരാം എന്ന്, കോഴിക്കോട് നിന്ന് നാമജപത്തിന് ഇവിടെ വരാമെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു തവണ അവിടെ വന്ന് നാമം ജപിച്ച് പോയപ്പോൾ ഇനിയും വരണം എന്നുള്ള ആഗ്രഹം, എല്ലാവരും കൂടി വരണമെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം. അന്ന് അഖണ്ഡ നാമജപമാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അവർക്ക് പോകേണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ 6 മണി വരെയാണ് വേണ്ടത്. 5 മണിക്ക് അവരിതാ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മണിക്ക് തുടങ്ങേണ്ടത് നമ്മുടെ ചുമതലയാക്കി തന്നേക്കുക. അത് മുല്ലോർലിത്തെ അവരുടെ കാരുണ്യം. അപ്പോൾ അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നാമം ജപിക്കാനായിട്ട് നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള നാമജപം, അന്ന് വേറെ ഒന്നുമില്ല, നാമജപം മാത്രമാണ്. അപ്പോൾ ആർക്കൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടാകുന്ന വെച്ചാൽ അവരൊക്കെ പങ്കെടുക്കട്ടെ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നാമം ജപിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ഗൃഹങ്ങളിൽ വെച്ചിട്ടാണ് നാമജപം പങ്കെടുക്കാറ്. അതിങ്ങനെയല്ല,
രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാവാറുണ്ട്, അധികവും ഞായറാഴ്ചകളിൽ. അങ്ങനെ ഒരു തവണ ഞങ്ങൾ എല്ലാവരും ആ നാമജപം ഗ്രൂപ്പുകാരെല്ലാവരും കൂടി പോയിട്ട് പെരിന്തൽമണ്ണ പൂന്താനം ഇല്ലത്ത് പോയി അവിടെ ഇരുന്ന് നാമം ജപിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ആ പൂന്താനം മുത്തശ്ശന് ഭഗവാൻ വന്ന് തേരിറങ്ങിയിട്ട് ഭഗവാൻ എവിടുന്ന തേര് കയറ്റിക്കൊണ്ട് പോയി അവിടെ ഇപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്. അവിടെ ചെന്ന് എല്ലാവർക്കും ഇച്ഛയുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മുടെ പന്തല്ലൂരുള്ള പ്രേമ പുഷ്പാഞ്ജലിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആരെങ്കിലുമൊക്കെ കേട്ടോ? എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു? അത് ആരും പറഞ്ഞില്ല. അപ്പം അതാ പറഞ്ഞ കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇട്ടു എന്ന് പ്രത്യേകം എഴുതി. എന്നിട്ട് അത് സൗണ്ട് ഇല്ലയെന്ന് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല. അപ്പം അത്രയും പ്രധാനമുള്ളൊരു കാര്യം ആവണോണ്ടാവുമല്ലോ കേൾക്കൂന്ന് പറയാൻ. അപ്പോൾ മുല്ലോറിൽ തേവർ വിചാരിച്ചു അത് കേൾപ്പിക്കേണ്ടതാണ്. അത് കാരണം ഞാൻ ഇനിയിപ്പോൾ അത് പറയാനും പോണില്ല. അതിനുള്ള ഉത്തരം അപ്പം തന്നെ എനിക്ക് കിട്ടി. ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഥവാ എല്ലാവരുടെ മനസ്സിലും ആ ഒരു ഉറപ്പുണ്ടായാൽ, കൊതി ഉണ്ടായാൽ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഭാഗവത സപ്താഹം നടക്കാൻ പോണു. ഈ സപ്താഹം നടക്കാൻ പോണത് അത്രയും വലിയൊരു മഹാത്മാവൊക്കെ നമ്മുടെ അടുത്ത് വന്ന് കഥ പറയാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സോമവാര്യർ, ശ്രീകണ്ഠേശ്വരം സോമവാര്യർ ഇന്ന് അമ്പലത്തിലേക്ക് വരുമ്പോൾ അതാ ഏറ്റവും സന്തോഷം ഉണ്ടായി. അവിടെ നിന്ന് വരുമ്പോഴേ സപ്താഹത്തിൻ്റെ അവിടെ ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ എത്ര സന്തോഷമായി. ഇനി അതിന് വേണ്ടിയുള്ള ദിവസങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവർ പറയണ ഓരോ വാക്കും അത്രയും മഹത്വം, ഭക്തി. അദ്ദേഹം ധാരാളം ദിക്കിൽ സപ്താഹം പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില ഇടങ്ങളിൽ പറയുന്ന പോലെ അത്രയും ഭക്തിപ്രധാനമായിട്ട് ഡീപ്പായിട്ട് ചിലക്കിൽ കേൾക്കാറില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും ഇരിക്കുന്നവരുടെ കൊതി അനുസരിച്ചിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് പറയുക. അപ്പോൾ നമുക്ക് എത്രണ്ട് ആഗ്രഹമുണ്ട്, എത്രണ്ട് കൊതിയുണ്ട്, എങ്ങനെയാണ് നമ്മളതിനെ ഉൾക്കൊള്ളണേ എന്ന് വിചാരിച്ചിരിക്കും. പങ്കെടുക്കാൻ പറ്റുമ്പോൾ ഓരോ നിമിഷവും അത് ആസ്വദിക്കണം. ഓരോന്നും നമുക്ക് കൊതിയോട് കൂടിയിട്ട് വേണം, കൊതിയോടുകൂടി ഭഗവാനെ മാത്രം നമ്മുടെ മനസ്സിൽ ഓർക്കാനുള്ള അത്രയ്ക്ക് നമ്മുടെ മനസ്സ് ശുദ്ധാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോഴാണ് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ഓരോന്നായിട്ട് വിട്ടുപോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ വേറൊരു കാര്യം നിർദ്ദേശം തന്നു, അത് ശ്രദ്ധിച്ചില്ല പോട്ടെ. ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശം തന്നിട്ട് ആരും അതിനെപ്പറ്റി ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തീരുമാനിച്ചു ഇനിയിപ്പോൾ അത് വേണ്ടാന്നാണ് ഭഗവാന്റെ തീരുമാനം. അത്രയും നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള അതാ ഭഗവാൻ നമുക്ക് കാണിച്ചു തരിക. ഓരോന്നും ഉണ്ടല്ലോ കണ്ണാടി കാണണ പോലെ എന്നാ പറയുക. കണ്ണാടി കാണുക, നമ്മളുടെ മുഖത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി കാണും. ഈ സത്സംഗങ്ങളൊക്കെ പറയുക, ഇദ്ദേഹം തന്നെ പറയും, സത്സംഗങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ അത് മനസ്സിൻ്റെ കണ്ണാടി. നമ്മൾ എത്രണ്ട് അതിന് കൊതിയോടുകൂടി ഇരിക്കണോ അത്രയാണ് അത് നമുക്ക് എത്തിച്ചേരുക. അപ്പോൾ അതും ഭഗവാന്റെ ഒരു ലീലയായിരിക്കും. നമ്മളറിയാൻ വേണ്ടി ഭഗവാൻ കാണിച്ചു തരുന്ന നിമിത്തങ്ങളാണത്. അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിനെ വാദിച്ച് ജയിക്കുകയെന്ന് വെച്ചാൽ എനിക്കിവിടെ ഇരുന്നത് പറയേണ്ട കാര്യമില്ല. എനിക്ക് വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ മതി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഓരോരുത്തരും ഓരോന്നും മഹാത്മാക്കളായിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ട് ആ പറഞ്ഞ പാതയിൽ കൂടെ നടന്ന് അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. ഇവിടെ ഭാഗവത സപ്താഹം പറയണത് അദ്ദേഹം ഒരേ ഭാവത്തിലായിരിക്കും, പക്ഷേ അത് എല്ലാവരുടെ ഉള്ളിലും ഒരേ ഭാവത്തിലാവില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ എത്രണ്ട് പരിശുദ്ധ ആവണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും നമ്മൾ പരിശുദ്ധ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അല്പമെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റണ പോലെ അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുമ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ. നല്ല ഒരു സാധനം നമുക്ക് ലഭിച്ചാൽ അത് എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ രസം അനുഭവിക്കാൻ വേണ്ടി എല്ലാവർക്കും പങ്കുവയ്ക്കണ പോലെ തന്നെയാണ്. അല്ലാണ്ട് ഇതുകൊണ്ടൊരു പ്രത്യേകിച്ച് എനിക്കൊരു ഗുണത്തിന് വേണ്ടിയിട്ടല്ല പറയണത്. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആൾക്കറിയാം നമ്മുടെ ഉള്ളിലെ ഓരോ ചിന്തകളും. മുല്ലോറിൽ തേവർ അതിനുള്ള ഉത്തരം അപ്പം തന്നെ എനിക്ക് തന്നു. കാരണം അപ്പം തന്നെ എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ ഭാഗവതം, ഭഗവാന്റെ കഥകൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ ആരാണോ കൊതിയോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കണത്, ഈ ഭാഗവതം എനിക്ക് വായിക്കാൻ അറിയില്ല, ഒന്ന് വായിച്ചു തരുമോ, ഇതെനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ആരാണോ കൊതിയോട് കൂടിയിട്ട് വന്ന് പറയണത് അവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിലും ചെന്നിരുന്നിട്ട് കാര്യമില്ല.
അത് ഒരു പക്ഷേ ഈശ്വരനിന്ദയ്ക്ക് തന്നെ ഈശ്വരനിന്ദയായിട്ട് തീരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണ പോലെ അവർക്ക് അപ്പം അത്രയും ആഗ്രഹമുള്ളവരോട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് പറയണത്. അപ്പം അതാണ് ഭഗവാൻ എനിക്ക് തന്ന ഉത്തരം. അപ്പം അതുകൊണ്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാനല്ല, എൻ്റെ ഉള്ളിലും ഉണ്ടാവും അങ്ങനെ ഇത് പറഞ്ഞ് അവർക്ക് കൊടുക്കാം, ആ ഒരു അഹം എൻ്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ ഒരു ഉത്തരം തന്നത്. ആ ഒരു ഉത്തരം മാത്രമല്ല എനിക്ക് കിട്ടിയത്, വേറൊരു ഉത്തരം കൂടി കിട്ടി. ഒരു മഹാത്മാവ് ഭാഗവതം പഠിപ്പിക്കാനായിട്ട് ഓരോരുത്തരും അറിയട്ടെ എന്ന് വെച്ചിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഭാഗവതം വായിക്കാനായിട്ട് നടന്ന് ആള് ഭാഗവതമൊക്കെ വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മഹാരാജാവിൻ്റെ മുമ്പിൽ ഭാഗവതം വായിക്കുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവ് പറഞ്ഞു എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ ഭാഗവതം വായനാന്ന്. അങ്ങനെ പിന്നെയും ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിനാകെ മനസ്സിൽ വിഷമായി, വൈരാഗ്യം വന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ഇനി എവിടെയും പോയി ഞാൻ ഭാഗവതം വായിക്കില്ല, അവനവൻ്റെ വീട്ടിലിരുന്നിട്ടേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് ഭഗവാനിൽ ലയിച്ച് ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിൽ ഉറച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞ് ചെന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഒരു ഇച്ഛ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം അത് അനുഭവിക്കുമ്പോൾ ആഗ്രഹമുള്ളവർ ഇവിടെ തേടി വരും എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഹരേ കൃഷ്ണ രാധേശ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൂന്താനം മുത്തശ്ശൻ്റെ ഇന്ന് പൂന്താനം ദിനമാണ്. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് കീഴാറ്റൂരാണ് ഇല്ലം. അവിടെ പോയി നാമം ജപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ 1547 ജനിച്ചത് എന്ന് പറയുന്നു. 1640 547 ഇടയിലുള്ള സമയത്താണ് പൂന്താനം മുത്തശ്ശൻ നമ്മുടെ. അപ്പോൾ അധികം നമുക്ക് പിന്നാക്കം പോകേണ്ട കാര്യമൊന്നുമില്ല. കുറേ നമുക്ക് ഒരു 1000 വർഷമൊന്നും മുമ്പ് പോകേണ്ട കാര്യമില്ല. 1500 എന്നാണ് പറയണത്. ഇപ്പോൾ 2000 അല്ലേ, അപ്പോൾ 2025 ഇത്ര ആ ഒരു കാലഘട്ടത്തിന്. അപ്പോൾ ഇത്രയും നമുക്ക് തൊട്ട് മുമ്പ് തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്ന്. അപ്പോൾ ഈ ഒരു കലികാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായത്. എല്ലാവിധത്തിലുള്ള ഇപ്പോൾ കുറൂരമ്മയെ പറ്റിയിട്ടായാലും പൂന്താനം മുത്തശ്ശനെ പറ്റിയിട്ടായാലും പറയുമ്പോൾ അവർ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. അത്രയും ദുഃഖങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചേക്കണത്. ആ ദുഃഖങ്ങൾ ധാരാളം പരിഹാസങ്ങൾക്ക് പാത്രമായി. ആ ഓരോ ദിക്കിലും ചെന്നിങ്ങനെ പരിഹാസങ്ങൾ എത്രയോ പരിഹസിച്ചു. പൂന്താനം മുത്തശ്ശന് വേദജ്ഞനല്ലാത്ത ഒരു തിരുമേനിയായിരുന്നു, വേദാർഹനല്ലാത്തതാണെന്നാണ് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ പൂന്താനം ഓരോ ദിക്കിൽ ചെന്നിട്ടും അദ്ദേഹം പറയുമ്പോൾ പണ്ഡിതന്മാരായിട്ടുള്ളവർ പരിഹസിച്ച് ഊണ് കഴിക്കാനിരിക്കണത്തുനിന്ന് എണീപ്പിച്ച് ഇലയുടെ മുമ്പിൽ നിന്ന് എണീപ്പിച്ചൊക്കെ വിട്ട് അത്രയും അദ്ദേഹത്തിനെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ അപമാനമൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. എന്നാലും ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുമ്പോൾ അപമാനിച്ചാലും അടുത്ത ദിക്ക് വായിക്കാൻ പറഞ്ഞാൽ അപ്പോഴും വായിക്കും. കാരണം എന്താ, ആ അപമാനമൊന്നും അപമാനമല്ല, അദ്ദേഹത്തിന് അത് ആസ്വദിക്കുക. ബാക്കിയുള്ളവരുടെ മറ്റുള്ളവരുടെ വാക്കല്ല, ഗുരുവായൂരപ്പൻ്റെ വാക്കാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞ് അല്ലേ, പത്മനാഭോ അമരപ്രഭു എന്ന് വായിക്കണേന് പകരം പത്മനാഭോ മരപ്രഭു എന്നുള്ളത് പത്മനാഭോ മരപ്രഭു എന്ന് വായിച്ചു. ശരിക്കും പത്മനാഭോ മരപ്രഭു, അമരപ്രഭു എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടർത്ഥമുണ്ട്, പക്ഷേ ഒരർത്ഥത്തിലാണ് പണ്ഡിതന്മാർ കണക്കാക്കിയത്. അപ്പോൾ പറഞ്ഞു മരപ്രഭു അല്ലടോ അമരപ്രഭു ആണ് എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞു. അതെന്താ, ഞാൻ മരങ്ങളുടെയും പ്രഭു തന്നെയാണെന്ന് ഭഗവാൻ ശ്രീലകത്തിരുന്ന് പറഞ്ഞു. ഭഗവാന്റെ വാക്ക്. കാരണം ആ ഭക്തൻ്റെ മനസ്സ് അത്രയുണ്ടെന്ന് ഭഗവാൻ തൊട്ടറിയണം. നമ്മുടെയൊക്കെ ഭക്തി ഭഗവാൻ തൊട്ടറിയണം. നമ്മളെയൊക്കെ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഒരല്പം പോലും ഭക്തിയില്ല. കാരണം നമ്മളൊക്കെ ഞാനത് ചെയ്യണു, ഞാനിത് ചെയ്യണു, ഞാൻ ഭാഗവതം വായിക്കണു, ഞാൻ നാരായണീയം വായിക്കണു, ഞാൻ ആ പൂജ ചെയ്യണു, ഞാൻ ഇങ്ങനെ ചെയ്യണ്ട, എനിക്ക് ശുദ്ധമുണ്ട്, എനിക്ക് വൃത്തിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനപ്പെട്ട് കിടക്കുകയാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. ആരെന്തായാലും എന്തിതായാലും നമുക്ക് ഒരാളൊരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും നമുക്കത് അഭിമാനമായി, ദുരഭിമാനമായി, നമ്മൾ അതാവും. ഇതൊന്നുമല്ല, എത്രയോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മഹാത്മാക്കളുടെ ജീവിത ചരിത്രം കൂടി പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. വെറുതെ ജ്ഞാനപ്പാനാന്ന് കേട്ടിട്ട് കാര്യമില്ല, അത് അറിഞ്ഞ് ആസ്വദിക്കുമ്പോഴല്ലേ.
അദ്ദേഹത്തിന് ഈ വിരക്തി ഉണ്ടാവാൻ കാരണം, ജ്ഞാനപ്പാന വരാൻ കാരണം അദ്ദേഹത്തിന് ഉണ്ടായ പുത്രവിയോഗമാണ്. അദ്ദേഹത്തിന് അത്രയും കാലേ ആ പുത്രൻ ആ ജന്മത്തിൽ അതേ നിയോഗം ഉണ്ടായുള്ളൂ. ആ പുത്രൻ അകാലത്തിൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള പുത്രൻ, അതും ഒരു അപകടമരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും വിഷമാണ്. കാരണം അതുപോലെയാണല്ലോ ആ ഒരു ഉണ്ണിയുടെ മരണം ഉണ്ടായത്. എല്ലാവരും ഉണ്ണിയുടെ ആ ചോറൂണിന് വന്നിട്ട് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചപ്പോൾ ആരോ വിചാരിച്ചു തുണിക്കെട്ടാന്ന് വിചാരിച്ചു. ഉണ്ണി ഉറങ്ങിക്കെടുക്കാറുണ്ട്. അതിൻ്റെ മേതെ തുണിക്കെട്ടുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഒരു ഇതുണ്ടായി. പിന്നെ ആ സങ്കടം ഭഗവാനോട് പറഞ്ഞ് അവസാനം അദ്ദേഹം ഈ ഭാഗവതം വായിച്ച്, ഭാഗവതത്തിൽ ഭഗവാൻ എപ്പോഴും മനസ്സിലിങ്ങനെ കളിക്കാൻ തുടങ്ങി. ഓരോ ലീലകൾ അങ്ങനെ വേണം നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ അതിനെ ആസ്വദിച്ച് കേൾക്കുക. അപ്പോൾ ആ ഭഗവാൻ ഇങ്ങനെ പിച്ച വയ്ക്കണത്, നടക്കണത്, യശോദാമ്മയുടെ മടിയിൽ കയറിയിരിക്കണത്, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായില്ലേ? അതുപോലെ ആ അനുഭവം എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതിയോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ ആ മനസ്സിലെപ്പോഴും ഭഗവാൻ ഇങ്ങനെ കളിക്കുമ്പോൾ ആനന്ദമാണ്. അപ്പോഴാണ് അറിയാണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വറ്റു വേണമോ മക്കളായി. മക്കൾ സ്വന്തം ഉണ്ടായി വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അതായത് വിട്ടു പോവാം, മരിച്ചിട്ട് പോവാം, ഉപേക്ഷിച്ച് പോവാം, ജോലി അന്വേഷിച്ച് അകലെ പോയിട്ട് അവരുടെ ജീവിത പ്രാരാബ്ധം കൊണ്ട് അകന്നു പോവാം, പല വിധത്തിലാവാം. മക്കളെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് കാത്തിരുന്ന് കാണാൻ സാധിക്കാണ്ട് മരിച്ചു പോണ എത്രയോ അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്നും മക്കളെന്ന് മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും എല്ലാം അങ്ങനെയുള്ള ബന്ധങ്ങളാണുള്ളത്. അപ്പോൾ ആ ബന്ധങ്ങൾ അത്രയേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു മനസ്സിന് നമുക്കിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിന് ആനന്ദം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം ഉണ്ണിയായിട്ട് ആ മനസ്സിൽ കളിക്കണ ആ ഭഗവാൻ അവസാനം മനസ്സിൽ നിന്ന് കളിച്ച് ആ ഉള്ളിൽ ആത്മാവായിരിക്കണ ഭഗവാൻ പുറത്ത് വന്ന് കളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ. അപ്പം അത്രയും ഒരു ഭക്തി പൊന്താനത്തിനുണ്ട്. കുറൂരമ്മയുടെ കഥയും വ്യത്യസ്തമല്ല. എത്ര ദുഃഖം അനുഭവിച്ചു. അകാലത്തിലുള്ള ആ 14 വയസ്സിൽ എത്രയോ പ്രായമുള്ള ഒരാളെ വിവാഹം വേളി കഴിച്ച് കൊണ്ടുവന്നു. അവിടെ വന്നിട്ട് ആ ഭർത്തൃസുഖം എന്താണെന്ന് അനുഭവിച്ചിട്ടേ ഇല്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വിവാഹം കഴിക്കണമെന്നൊന്നും ഉണ്ടായില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിൽ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ദേശാടനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. നമ്മുടെ പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ പുസ്തകത്തിൽ ഈ കഥകളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാ കഥകളും. അപ്പോൾ കഥകളൊക്കെ എഴുതണമെന്നുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനാണ്. എത്ര നമ്മൾ വിചാരിക്കുന്ന സുഖമായിട്ടാണോ അവർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടായാലും അവർക്ക് ഇതൊന്നും, നമുക്ക് പുറമേ നിന്നിട്ട് ലൗകികപരമായിട്ട് നോക്കുമ്പോഴാണ് ഇതൊക്കെ ദുഃഖമായിട്ട് തോന്നണേ. അവർക്ക് ഇതൊന്നും ദുഃഖമായിട്ട് തോന്നിയില്ല. അവർക്ക് ആകെ കൂടി ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുള്ളൂ, ഭഗവാൻ ഗുരുവായൂരപ്പൻ. കുറൂരമ്മയായാലും ആ കണ്ണനെ ഒന്ന് കാണണം. കോമളം കൂചയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം പുരതോ മമ. ഒന്ന് കാണണേ കണ്ണ, ഒന്ന് കാണണേ. ബാക്കി എല്ലാ ദുഃഖങ്ങൾക്കിടയിലും ആകെ കൂടി കുറൂരമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഇത് കണ്ണനെ കാണാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒന്ന് ഈ മാംസചക്ഷുക്കളെ കൊണ്ടൊന്ന് കാണണേന്ന്. അതുപോലെ അവരും കണ്ടു. ഇതൊക്കെ നമ്മൾ പറയണു. ദേവകിയുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ആ ഗുരുവായൂരപ്പനെ സ്വന്തം പുത്രനായിട്ട് പ്രസവിച്ച അമ്മയാണ്. സാക്ഷാൽ പരിപൂർണതമമായിട്ടുള്ള പരബ്രഹ്മത്തിനെ പ്രസവിച്ചു ദേവകി ദേവി. ആ പ്രസവിക്കുന്നതിന് മുമ്പ് എത്രയോ തൻ്റെ പുത്രന്മാർ പ്രസവിച്ച ഉടനെ ഇങ്ങോട്ട് വന്ന് കല്ലിലടിച്ച് കൊല്ലണത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ ദുഃഖം. അപ്പോഴും അവർ കാത്തിരുന്നതാരാ? വരും, കൃഷ്ണൻ വരും, ഭഗവാൻ വരും. ഭഗവാനൊക്കെ ഓരോ ദുഃഖങ്ങളും വരുമ്പോഴും കാത്തിരുന്നു, വരും രക്ഷിക്കാൻ വരും. എന്നിട്ട് 8ാമത്തെ പുത്രനുണ്ടായിട്ടോ ആ ബാലലീലകൾ കാണാനോ ആ കേൾക്കുക ഒന്നും ആ അമ്മയ്ക്ക് സാധിച്ചില്ല. അപ്പം തന്നെ ആ മുലപ്പാലൊന്നും നുണയണേക്കാളും മുമ്പ് തന്നെ അവിടെ നിന്ന് 12 വർഷത്തെ വിരഹം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഭഗവാനെ കിട്ടിയത്. അപ്പോൾ ആലോചിച്ച് നോക്കുക. എല്ലാത്തിനും നമുക്കിത് സുലഭമായിട്ട് കിട്ടുമൊന്നുമില്ല. നമുക്ക് സുലഭമായിട്ടൊന്നും കിട്ടില്ല. നമുക്ക് അത്ര കൊതി വേണം. ഓരോന്ന് കേൾക്കുമ്പോഴും ഇത് കേൾക്കാൻ കഴിഞ്ഞൂലോ ഭഗവാനെ, ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞൂലോ ഭഗവാനെ, ഇത് പറയാൻ കഴിഞ്ഞൂലോ ഭഗവാനെ, കേൾക്കാൻ കഴിഞ്ഞൂലോ
ആ പൂന്താനത്തിൻ്റെ മഹത്വം എന്ത്, ജ്ഞാനപ്പാനയുടെ മഹത്വം എന്ത്, ഇതൊക്കെ അറിയണം. വെറുതെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണതൊന്നും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അത് വേണ്ടതുപോലെ പകർത്തുകയാണ് വേണ്ടത്. അപ്പം ആ ഭക്തിയുടെ ഉദാഹരണമാണ് ഇവരൊക്കെ. ഉത്തമമായിട്ടുള്ള ആ ഭക്തിയുടെ ഉദാഹരണമാണ്. അങ്ങനെയുള്ള ആ പൂന്താനം ദിനമായിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മളിത് ആ ജ്ഞാനപ്പാന, ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് നമുക്കിവിടെ ജ്ഞാനപ്പാന വായിക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെ നമ്മളെ ഭഗവാൻ ഇനി വരാനിരിക്കുന്ന സപ്താഹത്തിൽ പ്രേമഭക്തി ഉണ്ടാവാൻ വേണ്ടി മുൻകൂട്ടി തരുന്ന ദിവ്യ ഔഷധങ്ങളാണ്. ഇനി ഓരോ ദിവസവും നമ്മളുടെ പ്രാർത്ഥന എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഭഗവാനെ ആ അനുഭവം തീരണേ, ആ സപ്താഹത്തിൽ ശ്രീകൃഷ്ണാനുഭവം ഉണ്ടാവണേ, ആ ഭഗവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവമായിട്ട് തീരണേ. ഏതെങ്കിലും പ്രകാരത്തിൽ ഞങ്ങളുടെ മുമ്പിലും വരണേ കണ്ണാന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതമായിട്ട് നമുക്ക് ആ സപ്താഹത്തിൽ ആദ്യാവസാനം പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യെങ്കിലും കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷേ അതിലും അപ്പുറമായിട്ട് ഇപ്പോഴേ തന്നെ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു വീട് താമസം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര കാലം മുമ്പ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കൂട്ടി കാത്ത് കൊതിയോടുകൂടി കാത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മളിതിന് കാത്തിരിക്കണ്ടേ. അങ്ങനെ കാത്തിരുന്ന് ഇത് അനുഭവിക്കണം. ആർക്കെങ്കിലും ജ്ഞാനപ്പാന വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, വേണ്ടവരൊക്കെ എടുത്തോളൂ. എല്ലാവരും കയ്യിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട എടുത്തോളൂ. നമുക്ക് തുടങ്ങാം. ഏതെടുത്താലും കുഴപ്പമില്ല, എടുത്തോളൂ. അവിടെ കിട്ടിയ പുസ്തകങ്ങൾ വാങ്ങിയെന്നേ ഉള്ളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും, ഇന്ന നേരാമെന്നേതും അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. അനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു പലർക്കുമറിയണമെന്നിട്ടോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധീരാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. ജ്ഞാനത്തിലധികാരി ജനങ്ങൾക്കു ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ.
സംഖ്യാശാസ്ത്രങ്ങൾ യോഗശാസ്ത്രങ്ങളും സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നിടുന്ന മുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുന്നിനാൽ മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നു ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിലും ചെന്നു താനും വലയാതെ ഒന്നെന്നയുഴയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും ഉറയ്ക്കാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നിലൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് മൂന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. ഒന്നിൻ ചങ്ങലായൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ രണ്ടിൽ നാലുമെടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. ബ്രഹ്മവാദിയായി ചായറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനു മെളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ
നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗലോകത്തോളം ഒരു മിനിറ്റ് സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യകാലത്തോളം സൽക്കർമ്മം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവുമെല്ലോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരി ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാളകുലത്തിങ്കൽ പിറക്കുന്നു അസൂരന്മാർ സുരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം തങ്ങവുമായിടുന്നു നരി ചത്തു നരനായി പിറക്കുന്നു നാരി ചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു നേടി മരിച്ചുട അന്യലോകങ്ങളോരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം തൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തന്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ടു വിറ്റുണെന്നു പറയും കണക്കിനെ കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമി ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റൊന്നും സാധിയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനിതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ
അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം 14ലും ഉത്തമമെന്നല്ലോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണംബൂതി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജനാലക്ഷവും. സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും. ഭൂപത്മത്തിനു ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂധരേന്ദ്രനദിയിലല്ലോ നിൽക്കുന്നു. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമിതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പരിലെങ്ങുമെഴുതല്ല നിർണയം. ഭൂമിയിൽ, അതായത് ബ്രഹ്മലോകത്ത് ഇരിക്കുന്നവർ ബ്രഹ്മാവടക്കമുള്ള എല്ലാവരും ബ്രഹ്മലോകത്തിലുള്ളവർക്ക് പോലും എന്തെങ്കിലും കർമ്മപ്രാരാബ്ദങ്ങളെ കൊണ്ട് കർമ്മച്യുതി വന്നാൽ ആ കർമ്മദോഷം നീക്കണമെങ്കിൽ ഈ ഭാരതഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരതഭൂമിയിൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമുക്ക് എന്തൊക്കെയോ കർമ്മപ്രാരാബ്ദങ്ങളെ കൊണ്ട് നമ്മളുടെ കർമ്മപ്രാരാബ്ദങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ബ്രഹ്മാവിന് പോലും ഭൂമിയിൽ വന്നിട്ട് വേണം ഇനിയും കർമ്മങ്ങളുടെ പ്രാരാബ്ദം തീർക്കാനിരിക്കുമ്പോൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ജീവദേവന്മാർ ഭൂമിയിൽ വന്ന് എല്ലാ ആൾക്കാർക്കും ഭൂമിയിൽ വരണം എന്ന് പറയണു. അപ്പോൾ ഏതോ ഒരു സുഹൃതം ചെയ്ത ജീവൻ തന്നെയായിരിക്കും എന്തോ കർമ്മപ്രാരാബ്ദം കൊണ്ട് മനുഷ്യനായിട്ട് വന്ന് പിറക്കാൻ വെച്ചാൽ അത് പുണ്യമാണെന്ന് പറയണു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനുഷ്യജന്മം എന്തിനുള്ളതാണെന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. മനുഷ്യജന്മം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, കേവലമായിട്ടുള്ള ലൗകിക സുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. ഊണ് കഴിക്കുക, ഉറങ്ങുക, അതുപോലെ സുഖങ്ങൾ അനുഭവിക്കുക, മൈഥുനത്തിലേർപ്പെടുക, ഇതൊക്കെ എല്ലാ ജീവജാലങ്ങളും ചെയ്യണതാണ്. അതിൽ നിന്നൊരു വിശേഷ ബുദ്ധി തന്ന് ഈശ്വരനെ വിചാരിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടി ഭഗവാനിൽ ലയിക്കാൻ നമ്മുടെ ആ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു സ്ഥലം ഭൂമിയാണ്. ആ ഭൂമിയിൽ മനുഷ്യനായിട്ട് തന്നെ വന്ന് ജനിക്കണം എന്ന് പറയണു. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മളതൊക്കെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ വരണം. ഇനിയത്തെ തവണ ഇതിങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓർത്തിട്ട് നമ്മൾ ഓരോ നിമിഷവും ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധം ഉറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എവിടുന്നാ ഈശ്വര കഥ കേൾക്കാൻ പറ്റുക, എവിടുന്നാ ഭഗവാന്റെ കഥ കേൾക്കാൻ പറ്റുക, എവിടുന്നാ ഭാഗവതം വായിക്കാൻ പറ്റുക എന്നുള്ളൊരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കതിന് സമയം കണ്ടെത്താൻ കഴിയും. ഇതിൽ ഏതിനാണോ പ്രാധാന്യം അതിനാണ് നമ്മൾ സമയം കണ്ടെത്തുക. നമുക്ക് പ്രാധാന്യം ഇതിനുണ്ടോ, ഇതിന് സമയം കണ്ടെത്താൻ പറ്റും. പ്രാധാന്യം മറ്റുള്ളതിൻ്റെ അത്രയ്ക്ക് ഇല്ല, അപ്പോൾ അതിന് സമയം കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് ശരിക്കും പറഞ്ഞു തരുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.
അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാരും ഓർക്കണം. യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല. ഈ കലികാലം ഏറ്റവും നല്ല യുഗം. മറ്റ് പല യുഗത്തിലുണ്ട്. ഏറ്റവും നല്ല യുഗം എന്ന് വെച്ചാൽ കലിയുഗമാണെന്ന് പറയണത്. കലിയുഗത്തിൽ മറ്റേ തപസ് ചെയ്തിട്ട് ധ്യാനത്തിലിരുന്നിട്ട് ഹോമങ്ങൾ ചെയ്തിട്ട് പല വിധത്തിൽ ചെയ്തിട്ട് മറ്റുള്ള യുഗങ്ങളിലൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ പറ്റുള്ളൂ. എന്നിട്ടും ആ കലികാലത്ത് വന്നിട്ട് ആ കലികാലത്തിലൂടെ ആ സർവ്വപാപങ്ങളും തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ എന്ന് പറയും. അപ്പോൾ കലികാലത്ത് ഇതൊന്നും വേണ്ട. കലികാലത്ത് ആകെക്കൂടി ഈശ്വര നാമം ജപിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതാണ് കലികാലത്തിൻ്റെ മഹത്വം. അതാണ് കലിയുടെ മഹത്വം എന്ന് പറയുന്നു. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളൊരും മറ്റു ഖണ്ഡങ്ങൾ 8 മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിദാതരം കൈവണങ്ങിടുന്നു. അതിൽ വന്നോരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും പാലിക്കും നമസ്കാരം. സർവപ്രപഞ്ചത്തിലും ഉള്ള സൃഷ്ടിയിലുള്ള സർവപ്രപഞ്ചത്തിലുള്ളവരും ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഭൂമിയിൽ ഭാരതം, ആ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനം ഭാരതഖണ്ഡമാണെന്നാണ്. ഭൂമിയാണ് ഏറ്റവും നല്ലത്. ആ ഭൂമിയിൽ വെച്ചിട്ട് ഭാരതമാണ് ഏറ്റവും നല്ലത്. ആ ഭാരതത്തിൽ വന്ന് ജനിക്കാൻ, ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ഇതാ മറ്റുള്ള ലോകങ്ങളിലുള്ളവർ കൊതിക്കുകയാണ്. അപ്പം അതിനുള്ളൊരു യോഗ്യത ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് നമസ്കരിക്കണേ? ഭാരതത്തിൽ, ആ ഭാരതഖണ്ഡത്തിൽ പിറന്നിട്ടുള്ള എല്ലാ മനുഷ്യന്മാരെയും അവരൊക്കെ നമസ്കരിക്കുന്നു, നമ്മളെയൊക്കെ നമസ്കരിക്കുന്നു. മറ്റെല്ലാ സർവപ്രപഞ്ചത്തിലെയും ഓരോരോ ഭൂഖണ്ഡങ്ങളിലും ഓരോരോ ദ്വീപുകളിലും ഓരോരോ യുഗങ്ങളിലുമുള്ളവർ കലികാലത്ത് ഭാരതത്തിലെ മനുഷ്യനായിട്ട് ജനിച്ചവരെ നമസ്കരിക്കുന്നു. അവരുടെ ഭാഗ്യം ആലോചിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും നമ്മളുടെ ആ ജന്മത്തിൻ്റെ ഇത്രയും പരിഭാവനമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ നമ്മൾ നമ്മുടെ ഓരോ ദിവസവും കടത്തി കൊണ്ടുപോകണത്? ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ളവരിതാ ആ കലികാലത്ത് ജനിച്ച മനുഷ്യരെ നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ആ മഹത്വം, നമ്മുടെ മഹത്വം അവർ മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് നമ്മുടെ ആ മഹത്തായിട്ടുള്ള മനുഷ്യജന്മം എന്താണെന്ന് മനസ്സിലാവാണ്ട് വെറുതെ 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 നശിപ്പിച്ച് കളയണം. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമി പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ, നാവുകൂടാതെ ജാതമതാകയോ, നമുക്കിന്നീ വിനാശമില്ലാകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പറയണു. ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാ ആലോചിക്കണേ? കാലം കലികാലല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നന്നായി ചിന്തിക്കൂ നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എന്താ നാമം ജപിക്കാൻ നാമം ഇല്ലാണ്ട് പോയിട്ടാണോ നിങ്ങൾ നാമം ജപിക്കാത്തത്? അതോ നരകഭയം ഇല്ലാത്തതാണോ? കലികാലത്തൊക്കെ
പറയും കലികാലത്ത് ഈശ്വരൻ വാതിൽപ്പുറകിലെന്ന് നമ്മുടെ കാരണന്മാർ പറഞ്ഞു കേൾക്കും. കാരണം ഇവിടെ തന്നെ നമുക്ക് സ്വർഗവും നരകമൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അതിന് വേറെ സ്വർഗം, നരകം, വൈകുണ്ഠം എന്നൊക്കെ. വൈകുണ്ഠം വെച്ചാൽ കുണ്ഠത ഇല്ലാത്ത സ്ഥലം. അവിടെ അങ്ങനെയാണ്. ഓരോ സ്ഥലം എന്ന് പറഞ്ഞാലും അത് നമ്മുടെ അനുഭവ തലമാണ്, അല്ലാണ്ട് ഒരു ലോകമല്ല അത്. അപ്പം ഇവിടെ നമുക്ക് സ്വർഗത്തിലിരിക്കണോ അതോ വൈകുണ്ഠത്തിലിരിക്കണോ അതോ ഗോലോകത്തിൽ ഇരിക്കണോ? എവിടെയാ പരമാനന്ദം അനുഭവിക്കുന്നതാണ് ഗോലോകം. അവിടെ വേറെ ഒന്നുമില്ല. എവിടെ ഇരിക്കണം നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തികളാണ്. അപ്പോൾ അതിന് നരകങ്ങളില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എത്ര നരകങ്ങളുണ്ടോ ഇല്ലയെന്ന് അറിയാൻ ആ മെഡിക്കൽ കോളേജിലൊന്ന് പോയി നോക്കിയാൽ മതി. നരകങ്ങളുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാം. ഒരു ദിവസം ഒരു സ്ഥലത്തായി ഓരോ അനുഭവങ്ങളും കണ്ടാൽ നരകങ്ങളുണ്ടോ എന്നറിയാം. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്ന് ചേരുന്നു വെച്ചാൽ നമ്മൾ ചെയ്ത പ്രവൃത്തി, ഈ ജന്മം, കഴിഞ്ഞ ജന്മം, ഏത് ജന്മത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് അത് ഒഴിഞ്ഞു പോകണമെന്ന് വെച്ചാൽ നാമജപത്തിൻ്റെ മഹത്വം. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി, ഞാനത് നിങ്ങളോട് പറയട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഓർമ്മ വരുമ്പോൾ പറയുക. അതായത് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലുള്ള നമ്മുടെ കൃഷ്ണകുടുംബത്തിലെ ഒരംഗം വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് അവരുടെ സങ്കടം എന്നോട് പറഞ്ഞു. ഒരു നിലയ്ക്കും അവർക്കൊരു സമാധാനമില്ല. ഭർത്താവിനാണെങ്കിൽ രോഗമുണ്ട്, മകളാണെങ്കിൽ വിവാഹം കഴിഞ്ഞു. ആ വിവാഹ ബന്ധം അവർക്ക് വല്ലാത്തൊരിത് പറ്റി ആ ബന്ധം വേർപ്പെടുത്തി. അവർ കുറേ അത് നിലനിർത്താൻ നോക്കി, അത് ശരിയായില്ല. അവരുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ടാണ് അതങ്ങനെ. മകനാണെങ്കിൽ ഈ ലഹരി മദ്യത്തിന് അടിമപ്പെട്ടിട്ട് അതങ്ങനെ ഒരവസ്ഥ. എന്നിട്ടിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഞാനറിയുന്ന ഒരു മഹാത്മാവിനോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇതിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി ഒന്ന് നോക്കിക്കായിരുന്നു, വല്ല കർമ്മദോഷം ഉണ്ടോ എന്ന് നോക്കിക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അവർ ധാരാളം നാമം ജപിക്കുന്നുണ്ട്, എപ്പോഴും നാമം ജപിക്കും, നാമം എഴുതും, അങ്ങനെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. നാമജപം കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നാമജപത്തിനെ നിന്ദിച്ചിട്ടല്ല പറഞ്ഞത്. ചിലത് ഏതെങ്കിലും ദുരിതങ്ങളെ കൊണ്ട് വരാം, നമ്മൾ ചെയ്തതാവണമെന്നില്ല, നമ്മുടെ കാരണന്മാർ ചെയ്തതും അങ്ങനെയൊക്കെ ആയിട്ട് വരാം. അത് നോക്കിയാലാണ് നമ്മുടെ കർമ്മം അത്ര ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പം നല്ലൊരാളെ ബോർഡ് വച്ച ദിക്കിലൊന്നും പോയി നോക്കരുത്. വളരെ നല്ലൊരാൾ, ആളുടെ പേരും പറഞ്ഞ് നിർദ്ദേശിച്ചു. പോയി കാണൂ, കണ്ടിട്ട് അദ്ദേഹം പറയണ ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അതിനൊക്കെ ഒരു ഇത് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ സമയത്ത് ശരി എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് പോയി നോക്കിച്ച് കൊണ്ടുവന്ന് ആ നോക്കിയ കടലാസ് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്നിത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ ഓർമ്മ വരുന്ന ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ ശ്ലോകം കാണാണ്ട് പഠിച്ചു എന്ന് പറഞ്ഞേനെ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇവർക്ക് ഇതിനേക്കാളും വലിയ ഇവർക്ക് ദുരിതങ്ങളൊന്നും കാണാനില്ല, ദുരിതങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഇവർക്കൊരു കുഴപ്പമൊന്നുമില്ല. അതവരുടെ നാമജപത്തിൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലെ പൂതനാമോക്ഷം എന്നുള്ള ഭാഗത്തിൽ അതിൻ്റെ അവസാനം ഈ ബാലപീഠം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗോപികമാർ പാടുന്നതുണ്ട്. അതിൻ്റെ ഉള്ളിൽ പറയണ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും തീരാൻ നാമം ജപിച്ചാൽ മതി എന്നുള്ളൊരു പറയണ്ട. ആ ശ്ലോകം അടിസ്ഥാനപ്പെടുത്തി തന്നിട്ട് നമ്മളോട് അദ്ദേഹം പറഞ്ഞു. എനിക്കപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം എൻ്റെ ഉള്ളിലും ഒരു ഇതായി. കാരണം എല്ലാവരോടും ഞാൻ പറയും നാമം ജപിച്ചാൽ തീരാത്തതൊന്നുമില്ല കലികാലത്ത് കാരണം അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞാൽ പിന്നെ അതിലല്ലേ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാമം ജപിക്കുമെന്നാണ് പറയാറ്. അപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചിലവരുടെ അടുത്ത് പോയി എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയണം. അവർ അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ബോർഡ് വെച്ചിരിക്കുന്നവരടുത്ത് നിന്നൊന്നും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഓടിച്ചെന്നൊന്നും വരും. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഇവിടെ നാമജപത്തിന് വന്ന ഒരാളെന്നോട് ചോദിച്ചു, അവരുടെ വിഷമം കൊണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള വിഷമമാണ് അവരുടെ കുടുംബത്തിലും. എന്നിട്ട് ഒരു ആളെ കൊണ്ട് നോക്കിച്ചപ്പോൾ പറഞ്ഞു, എത്രയാണ് 10,000 അങ്ങോട്ട് രൂപയുടെ ഒരു പൂജയുണ്ട്. ആ പൂജ കഴിച്ചാൽ
ഇതിനൊരു ശാന്തി ഉണ്ടാവും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല അതിനൊരു ഉത്തരം. കാരണം അവരോടും കൂടി അന്ന് ഞാൻ അതിന് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സത്സംഗത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഇപ്പം എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ അപ്പോൾ അത് ഭഗവാന്റെ ആ നാമജപം തന്നെയാണ് അതിനതെന്ന് എല്ലാവരോടും പറയണത്. അപ്പം ഞാൻ വിചാരിക്കുക എനിക്കും ഉള്ളിലൊരിതായി, കാരണം ചില കാര്യങ്ങൾ ഇനിയിപ്പോൾ എല്ലാം വേണമല്ലോ എന്ന്, പക്ഷെ നാമം ജപിച്ചാൽ എത്ര വലിയ ദുരിതം. കുറൂരമ്മ അതല്ലേ പറഞ്ഞ് ജപിച്ചോളൂ, എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് തീരാത്ത വയറുവേദന നാമജപം കൊണ്ട് നാമം ജപിച്ചോളൂ മാറിക്കോളൂ, ഇത് കഴിച്ചോളൂ എന്ന് കുറൂരമ്മ പറഞ്ഞപ്പോൾ വയറുവേദന മാറിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അനുഭവം അപ്പോൾ ഇവിടെയും പറയണു, ഇതാ നാവ് കൂടാ. അപ്പം നാമം ജപിക്കുന്ന നരകങ്ങളിൽ പേടിയില്ലാണ്ടാണോ നാവ് കൂടാണ്ടാണോ ജനിച്ചത്, അതോ ഇനി നശിക്കുക? നമുക്ക് നാശമൊന്നുമില്ല, നമ്മളിനി ഈ ലോകാവസാനം വരെ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ നാമം ജപിക്കാതെ? കഷ്ടം കഷ്ടം എന്ന് പറയണു, നിരൂപിക്കാവുന്ന അതിനെപ്പറ്റി ആലോചിക്കാണ്ട് ഈ മഹത്തായിട്ടുള്ള ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനെ വെറുതെ ചുട്ട് കളയണില്ലേ? എന്തിനാ അങ്ങനെ കളയണേന്ന് പറയണു. എന്നിട്ട് ഇതാ പറയണേ എങ്ങനെയാണ് ഈ മനുഷ്യജന്മം കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പറയണു അടുത്ത ഭാഗങ്ങൾ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങളായി മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി, തന്നെത്താൻ അഭിമാനിച്ചു പിന്നിടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകുമതെന്നേ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. നമ്മളെങ്ങനെയാണ് ഒരു മനുഷ്യജന്മം കിട്ടണം? എൻ്റെ മുമ്പിൽ മലത്തിലെ പുഴു പോലെ കഴിഞ്ഞു, ജലത്തിൽ കഴിഞ്ഞു, മണ്ണിൽ പുഴുക്കളായിട്ട് കഴിഞ്ഞു, മരങ്ങളായിട്ട് നിന്നു. അങ്ങനെ മരിച്ചിട്ട് പിതൃലോകത്ത് കുറേ അലഞ്ഞു, മൃഗങ്ങളായിട്ടും പശുക്കളായിട്ടും അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ 10 മാസം അമ്മയുടെ വയറ്റിൽ കഴിഞ്ഞു. പിന്നെ ഉണ്ണിയായിട്ടൊരു 10-12 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെന്ന് അഭിമാനിച്ചിട്ട് കുറേ കാലം കഴിയണു. പിന്നെ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു നമുക്കും അറിയില്ല. അങ്ങനെയുള്ള ആ നീർപ്പോള പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം. നാളെ ആവാം, മറ്റന്നാളാവാമെന്ന് വിചാരിച്ചാൽ നാളെയും മറ്റന്നാളെന്നല്ല, അടുത്ത നിമിഷം ഉണ്ടോ. ഉത്രാളിക്കാവിൽ ഞങ്ങളുടെ ബന്ധുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഉത്രാളിക്കാവിൽ പൂരത്തിന് പോയത് ആ ബസ്സിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്നു. ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്ന് തട്ടിയപ്പോൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോന്ന് പറഞ്ഞാൽ അടുത്ത ആൾ തട്ടിയപ്പോൾ ചെരിഞ്ഞ് വീണു. അത്രയേ ഉണ്ടായുള്ളൂ ആ ഒരു നിമിഷം. ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്നു, കണ്ണടച്ചു. എത്ര നിമിഷം ഉണ്ടായി ആരും അറിയാണ്ടാണ് അത്. അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്, എപ്പോൾ എവിടെ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അത്ര സമയത്ത് നാമം ജപിക്കാൻ സാധിച്ചില്ല എന്നുവെച്ചാൽ പിന്നെ കലികാലത്ത് ഇത്ര നല്ലൊരു മനുഷ്യജന്മം ലഭിച്ചിട്ട് എന്ത് കാര്യമുണ്ട് എന്നതാ
ചോദിക്കുകയാണ്. അനുഭവം കൊണ്ടും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പൂന്താനം മുത്തശ്ശൻ നമുക്ക് പറഞ്ഞു തരുന്നു. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായാടിടുന്നു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെഴിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കെയെന്നും ചിലർ. അഥാശയ്ക്കു വിരുദൂവിളിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമാതൂരംഗങ്ങളതു കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചത്രേ നശിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ മുകുന്ദ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള ഭാഷാമതിന്നു വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പം പോലും കൊടാചില ദുഷ്ടന്മാർ. ചത്തുവം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും പശ്ചാത്താപമൊരള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗന്ധപം നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരായെന്നും.
ഭാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും സദമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെഴുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കാണാവൂ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലാമിനി കാണമെന്ന മെടിപ്പിക്കരുതെന്നും ഇതമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവീനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു രാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥാകാലം കഴിയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളിനെല്ലാരും പറയാണ് കേട്ടോ അവിടെ. അതായത് ഇത്രയൊക്കെ പറഞ്ഞു, ഇനി എന്താ അത്ര പറയാനുള്ളത്? നമ്മുടെ കർമ്മത്തിൻ്റെ ജന്മങ്ങൾ എത്രയോ കഴിഞ്ഞു, കർമ്മങ്ങളുടെതൊക്കെ പറഞ്ഞു. കാലം ഇപ്പം നമ്മൾ കലിയുഗത്തിലാണ്, ഭാരതത്തിലാണ്. അത്രയും വന്നിട്ട് ഇത്രയും കാലം ജനിച്ചിട്ട് ഇതൊന്നും അറിയാണ്ട് എത്രയോ ദിവസങ്ങൾ പോയി. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല, ആയുസിൻ്റെ പ്രമാണം അറിയില്ല, ആരോഗ്യം എത്ര ഉണ്ടാവും അറിയില്ല, നാവ് ചലിക്കുമോ എന്നറിയില്ല. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇപ്പം നമ്മുടെ നാവ് ചലിക്കേണ്ട ഈ അവസരത്തിൽ നമുക്ക് നാമം ജപിക്കാൻ, ആ നാമം ജപിച്ചുകൊണ്ട് ഇരുന്നാൽ എല്ലാം ആ നാമജപം കൊണ്ട് പുരുഷാർത്ഥം മുഴുവൻ വന്നുകൂടുമെന്ന് പറയണു. അപ്പം നരകഭയങ്ങളും എല്ലാം ഒന്നും വേണ്ട, എന്തു മതി? ആ നാമം ജപിച്ചാൽ മതി. അപ്പോൾ വൈകുണ്ഠത്തിന് പോവാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശമല്ല, നമ്മളുടെ ഒരു അനുഭവ തലമാണ്. വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠതകളില്ലാണ്ട്, ദുഃഖങ്ങളില്ലാണ്ട്, ദുരിതങ്ങളില്ലാണ്ട്, വിഷമങ്ങളില്ലാണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ആ വൈകുണ്ഠത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ആ മനസ്സമാധാനം ഉണ്ടാവണം, രോഗങ്ങൾക്കൊക്കെ ശാന്തി വരണം, ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടാവണം. അതിനെന്തേ വേണ്ടു? നാമം ജപിക്കുകയാണ്. കാലം കളയരുതേ, നാമം ജപിക്കൂ എന്ന് പറയണു. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ അമൃത. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് രാധേശ്യ ഈ രണ്ട് വരികളെ കൊണ്ട് പറയണത് മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു എന്ന് പറഞ്ഞാൽ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും നടക്കുമോ? അതുപോലെ നമുക്ക് ഏറ്റവുമായിട്ടുള്ള ആ കൃഷ്ണ ആനന്ദം അനുഭവിക്കാനായിട്ട് നമുക്ക് ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്. കണ്ണ് തന്നിട്ടുണ്ട്, കാത് തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, എല്ലാം ഈശ്വരപരമായിട്ട് തീർത്താൽ മതി. അപ്പം സാക്ഷാൽ ആ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ മുല്ലോർലി തേവരുത് ആനന്ദ സ്വരൂപനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിലും വലിയ ഈ ലൗകിക സുഖങ്ങളെ ആലോചിച്ചിട്ട്, അതാണ് മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൗകിക സുഖമാണ്, അതിൽ ആലോചിച്ചിട്ട് നടക്കണോ? പിന്നെ അതൊരു ആസക്തി നമുക്കുള്ളത് ലൗകിക സൗഖ്യങ്ങളിലുള്ള ആസക്തിയാണ്.
പിന്നെയുള്ളൊരു ആസക്തി മക്കളെ കുട്ടികളെന്നാണ്. മക്കളെ കുട്ടികൾ അവർക്ക് അവരുടെ തലം വരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവരുടെ തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. പിന്നെ നമ്മൾ അവരെ പറ്റിയിട്ട് ആലോചിച്ച് ആദ്യം പിടിച്ച് അവരെ കാണില്ല. അതിൽ വേണ്ട അതിനാണ് പറയണത്, ഈ ഭാഗവതം വായിക്കൂ, സത്സംഗങ്ങളിലിരിക്കൂ, സാമസങ്കീർത്തനം ചെയ്യൂ. അപ്പോൾ എന്ത് ചെയ്യും? ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ അല്ലേ, നമ്മൾ പറയും കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ എന്നൊക്കെ ചോദിക്കും. ആടാനായിട്ട് നൃത്തം ചെയ്യണം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുട്ടികളോട് നൃത്തം വയ്ക്കണം. നമ്മുടെ അവിടെ അതേപോലെ കുറച്ച് നൃത്തം വയ്ക്കണം തന്നെ. നൃത്തത്തിന് എന്ത് വേണം? ഒരു സ്റ്റേജൊക്കെ പണിത് അവർക്ക് നൃത്തം വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കണം വേണ്ടേ? അല്ലാണ്ട് എവിടെയാണ് നൃത്തം ചെയ്യുക? സ്ഥലമില്ലാണ്ട് നൃത്തം ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കല്ലും മുള്ളൊക്കെ നിറഞ്ഞു നിൽക്കണോട്ട് ഇവിടെ നിന്ന് നൃത്തം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നൃത്തം ചെയ്യില്ല. കല്ലും മുള്ളും ഇല്ല അവിടെ നിറഞ്ഞിരിക്കണേ. അപ്പം എന്താ വേണ്ടേ? നമ്മുടെ ആ തൽപ്പം ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ ആനന്ദ നടനമാടണം അല്ലേ? നെഞ്ഞാം രംഗത്തു തങ്കത്തളകളിളക്കി നീ നിത്യവും നൃത്തമാടും അല്ലേ? ശരിക്കും ആ നമ്മുടെ ഉള്ളിലാണ് അഹങ്കാരം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് നൃത്താടേണ്ടത്. അപ്പോൾ അതിന് നമ്മുടെ ഉള്ളിലാണ് ഒരുക്കേണ്ടത്. അപ്പോൾ ആ ഒരുക്കേണ്ട സമയത്ത് ഇതാ പറയണു ഉണ്ണികളെ. അതാണ് ഉണ്ണികൃഷ്ണൻ വേറെ ഒന്നും വിചാരിക്കേണ്ട, നമ്മളൊന്നിലും ആഗ്രഹങ്ങൾ വെക്കേണ്ട, അവരെ ഒന്നും ഇഷ്ടപ്പെടേണ്ടെന്നല്ല. എല്ലാവരും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. എല്ലാവരെയും സ്നേഹിക്കാം, പക്ഷേ ആസക്തി വയ്ക്കരുത്. അമിതമായ ആസക്തി വെച്ചാൽ അതൊക്കെ ദുഃഖത്തിന് കാരണമാകുന്നതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നു. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവൂ നമുക്കെല്ലാം, വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. നമ്മളെ അച്ഛനമ്മമാരുടെ വിശ്വനാഥൻ അച്ഛൻ, ആ വിശ്വധാത്രി ഭൂമിദേവി അമ്മ, ആ അമ്മ എല്ലാം തരും. അതുപോലെ ആ അച്ഛനമ്മമാരുടെ തണലിൽ കഴിയുന്ന ഒരു കുഞ്ഞായിട്ട് ഇരുന്നാൽ മതി. കുഞ്ഞുങ്ങൾക്ക് വല്ലാലോ കൊച്ചു കുട്ടികളുണ്ട്, ഓടി നടക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് വല്ല മനപ്രയാസമോ ദുഃഖങ്ങളോ ഉണ്ടോ? അവർക്ക് എന്തിനെ പറ്റിയെങ്കിലും വേവലാതി ഉണ്ടോ? അതുപോലെ അവിടെ നമ്മുടെ അച്ഛനായിട്ട് നമ്മുടെ കൂടെ മുല്ലോറിൽ തേവരുണ്ട്, അമ്മയായിട്ട് ഭൂമിയുണ്ട്. അച്ഛനമ്മമാർ നമ്മളെ കാത്ത് രക്ഷിക്കും. പിന്നെ എന്തിനാ പേടിക്കുന്നതെന്നുള്ള ആ ആനന്ദം ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് സുരക്ഷിതമായിട്ടിരിക്കണം, അതുപോലെ ആ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണം. ഞാൻ എന്നുള്ള ഭാവം വരുമ്പോഴാണ് ദുഃഖങ്ങളൊക്കെ വരണത്. എത്ര മനോഹരമായിട്ടാണ് പറയണേ നോക്കൂ. ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടുകൂപ്പി സ്തുതിക്കണം. ഹരിഷാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ആരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങളശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു ഉദിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിനാൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പറയണൂതാ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴാണോ നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീരുന്നത് അപ്പം ശരീരം എവിടെയാണോ അവിടെ വെച്ച് വീണ് പോകും. അപ്പോൾ ദേഹം വീണു. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ആ നാമം ജപിച്ച് ഈശ്വര കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവൻ പുറത്തേക്ക് വരുമ്പോൾ ആരെയാ കാണുക? ആ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള മുന്നോറിൽ തേവരെ കാണുമ്പോൾ തേവർ പറയും ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ എന്ന് പറയും. തേവരെ കൂടെ പോയാൽ പിന്നെ ജനന മരണങ്ങളില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പല പല ലോകങ്ങളിൽ താമസിച്ച് അവിടത്തെ അനുഭവിച്ച് അവിടുന്ന് വീണ് നരകത്തിൽ വീണ് സ്വർഗത്തിൽ പോയി പല ദിക്കിലും നമ്മുടെ ആ സുഖങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ കയ്യിൽ പൈസയും കൊണ്ട് ലോകം ചുറ്റാൻ പോണേ അതുപോലെയാണ്. ആ പൈസ തീരണ വരെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങും. പൈസ തീർന്നാൽ അവർ പുറത്താക്കും. പിന്നെ പൈസ ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇതെന്ന് പറയണു. നമ്മളിത് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇത്ര കാലം ഞാൻ വെറുതെ കളഞ്ഞില്ലേ, ഇതൊന്നും അറിയാണ്ട് പോയില്ലേ, എത്ര ജന്മം എനിക്കിത്രയായിട്ട് ഇത്ര ജന്മം വെറുതെ കളഞ്ഞില്ലേ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്ന് പറയണു. ആ തിരുനാമത്തിൻ്റെ മാഹാത്മ്യാണ് പറയണത്. ജാതി പാർക്കിയിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മുഖരെയങ്ങൊഴിച്ചുള്ള മാനുഷ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റുള്ളവർക്കു വേണ്ടിയിരിക്കലും നന്നുടെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ബ്രഹ്മസായുജ്യം അപ്പം കിട്ടും എന്ന് പറയണു. നമ്മളോട് എന്താ പറയണേ? എങ്ങനെയെങ്കിലും നമ്മൾക്ക് നാവോട് കൂടിയിട്ടല്ലേ നമ്മൾ ജനിച്ചേക്കണേ. അപ്പം അതുകൊണ്ട് നാമം എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അറിയാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒന്നുമില്ലെങ്കിൽ ഇതാണ് കേൾക്കുക, നാവോട് പറയുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ചെയ്താൽ ബ്രഹ്മസായുജ്യം കിട്ടും എന്ന് പറയണു. അപ്പം നമ്മൾ പറയണു എത്ര ദിവസമായി നമ്മളിവിടെ ഇരുന്ന് നാമം ജപിക്കണു, അപ്പം നമുക്കൊക്കെ ബ്രഹ്മസായുജ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ കേൾക്കേണ്ടതുപോലെ കേൾക്കണം, ജപിക്കേണ്ടതുപോലെ ജപിക്കണം. ആ ഉള്ളിൽ തട്ടിയിട്ട് ഒരൊറ്റ വിളി വിളിച്ചാൽ മതി. ആ വിളി വിളിച്ചാൽ അപ്പം ഭഗവാൻ കേൾക്കും. ആ ഭഗവാന്റെ നാമം അത്രയും തീവ്രമായിട്ടൊരു വിളി വിളിക്കുക. അങ്ങനെ ഒരു വിളി വിളിച്ച ഒരാളുടെ കഥ ഭാഗവതത്തിലുണ്ട്. ആരാ? അജാമിളൻ. ഭഗവാനെ ആലോചിച്ചിട്ടല്ല നാമം ജപിച്ചത്, സ്വന്തം പുത്രനെ ആലോചിച്ചിട്ട് ഉറക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിളിക്കാൻ പറ്റാവുന്ന അത്രയ്ക്കും ശബ്ദത്തിൽ ഉറക്കെ നാമം ജപിച്ചു. പക്ഷേ ആ നാമം പുറത്തേക്ക് വന്നില്ല, അതിന് സമരം ഉള്ളിലേക്കാ പോയേ. അപ്പം നമ്മുടെ ഉള്ളിൽ ആ മഹാഗർത്തത്തിലേക്കാണ് പോയത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനിലേക്ക് ചെന്ന് ചേർന്നു. അവിടെ പ്രകമ്പനം കൊണ്ടു ആ നാമം. കാരണം ഉള്ളു ചുട്ടട്ടാ വിളിച്ചതേ. ആ വിളി വിളിച്ചപ്പോൾ അദ്ദേഹം വിഷ്ണു പാർഷദന്മാരുടെയും യമദൂതന്മാരുടെയും സംഭാഷണം കേൾക്കേണ്ടതുപോലെ കേട്ടു. ആ കേൾക്കേണ്ടതുപോലെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പിന്നെ ഈശ്വരനാമങ്ങൾ ജപിച്ചിട്ട് അവിടെ സാക്ഷാത്കാരം നേടി. അതാണ് ഇവിടെ എല്ലാ കഥകളും ഇതിൽ ചേർത്തിട്ടാണ് പൂന്താനം മുത്തശ്ശൻ ഇതൊക്കെ പറയണത്. അപ്പം അതുപോലെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ജപത്തിന് എത്ര തീവ്രതയുണ്ടെന്ന് കാണിച്ചു തരിക. അപ്പം നമ്മൾ ജപിക്കുമ്പോൾ തീവ്രമായ ഭക്തിയോട് കൂടിയിട്ട് ജപിക്കണം. കേൾക്കാൻ കൊതിയോടുകൂടി കേൾക്കണം. 2 വരിയെ കേൾക്കാൻ സാധിച്ചാലും മതി. അത് കൊതിയോടുകൂടി കേട്ടാൽ അതിൻ്റെ ഒരു ഭാഗ്യം. അങ്ങനെയാണ് കേൾക്കേണ്ടത്. അതാണ് പറയണത്. ഒരു നേരമെങ്കിലും കേട്ടാൽ ജന്മസാഫല്യം കിട്ടും എന്ന് പറയണത് വെറുതെ പറയണതല്ല, സത്യമാണ്, സത്യമായ കാര്യമാണ്. ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ
വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം കൊണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം കൊണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. എന്താണ് ആമോദം പൂണ്ടിട്ട് ആനന്ദത്തോട് കൂടിയിട്ട് ഭഗവാന്റെ നാമല്ലേ ജപിക്കണത്. ഇത് ജപിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലേ? ഈ അടുത്ത നിമിഷം എനിക്ക് എന്താ വരികയെന്ന് അറിയില്ല. ഭഗവാൻ എന്നെ ഇവിടെ എത്തി നാമം ജപിപ്പിക്കണില്ലേ? ആ ആനന്ദ ചിന്മയനെ ഉള്ളിൽ ആലോചിച്ച് ആമോദം പൂണ്ട് നാമം ജപിക്കുമ്പോൾ ആനന്ദം പൂണ്ടിട്ട് ആ ബ്രഹ്മത്തിൽ ചേരാൻ പറ്റും. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമി. എന്താ അവിടെ മതിയുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ആലോചന ബുദ്ധി ഉണ്ടെങ്കിൽ, അപ്പം ഇത് മാത്രം മതി. നാമജപം ഒന്ന് മാത്രം മതി ഈശ്വര സാക്ഷാത്കാരത്തിന്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം. അപ്പം ഇത് മാത്രം മതി. എന്തിനു വേണ്ടിയിട്ട്? ആ തിരുനാമത്തിൻ്റെ മഹാത്മ്യമാണ്. വേറെ ഒന്നും വേണ്ട, നാമം ജപിച്ചാൽ മാത്രം മതി എന്നതാ ഉദാന മുത്തശ്ശൻ നമുക്കൊക്കെ പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ട് അനുസ്മരിക്കുന്ന ഇന്നത്തെ ഒരു ദിവസം ഈ മുല്ലോർലി തേവരുടെ തിരുമുമ്പിലിരുന്ന് ഈ ജ്ഞാനപ്പാന ഒന്ന് വായിക്കാനെങ്കിലും അനുവദിച്ചു തന്ന ആ പരമമായ കാരുണ്യത്തിന് മുമ്പിൽ നമുക്കൊക്കെ നമസ്കരിക്കാം. പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ളാമരുൾക ഭഗവാനേ. പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ളാമരുൾക ഭഗവാനേ. പിഴയാകിലും പിഴ കേടന്നാകിലും തിരുവുള്ളാമരുൾക ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഈശ്വര
നാമം ജപിക്കാനായിട്ട് നമ്മളിന്ന് ഗീതയും കൂടി വായിക്കാമെന്ന് പറഞ്ഞു. സമയം വൈകിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു ദിവസം നമ്മൾ കണ്ടെത്തിയിട്ട് വായിക്കാം. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം, എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കണം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് എല്ലാവരോടും പെരുമാറാൻ ഒക്കെ സാധിക്കട്ടെ. അത്രയും ഒരു സ്നേഹമാണ് നമ്മളുടെ കൂട്ടായ്മയുടെയൊക്കെ അടിസ്ഥാനം. അതിന് യാതൊരു വിള്ളലുമില്ലാതെ മുല്ലോർലി തേവർ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമമായ പ്രേമത്തെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് രാധാറാണിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസ കനക കവിശം വൈജയന്തിം ജമാലം. രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശ മനിഷം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലി തേവരേ ശരണം. നാരായണ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം.